എല്ലാവർക്കും മൈ സ്റ്റൈൽ കുക്കിങ്ങിലേക്ക് വീണ്ടും സ്വാഗതം. ആസ് യൂഷ്വൽ ഇന്നും നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി റെസിപ്പി തന്നെയാണ്. എഗ് മുട്ട വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി ചെയ്യുന്നത്. എഗ് മസാല ഫ്രൈ എന്നായിരുന്നു ആദ്യം ഞാൻ ഇതിന് പേരിടാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ എനിക്ക് ആ പേരൊക്കെ മാറ്റേണ്ടി വന്നു. അത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇത് നമ്മൾ ആദ്യം ആ ഉണ്ണിയുള്ള ഭാഗമില്ലേ, എന്താണ് യെല്ലോ പോർഷൻ ഇല്ലേ, അതാണ് നമ്മൾ ഫസ്റ്റ് ഫ്രൈ ചെയ്യുന്നത്. അതിനുശേഷം ഇത് മറിച്ചിട്ടിട്ടാണ് നമ്മൾ വൈറ്റ് പോർഷൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ വൈറ്റ് പോർഷൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ സ്റ്റൗ 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ്, മാക്സിമം 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കണം. അതിനുശേഷം ലൈറ്റായിട്ടൊന്ന് പൊട്ടാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഓഫ് ചെയ്തേക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ വലിയ പൊട്ടിത്തെറിയൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട്. കുറച്ച് ബാക്കോട്ട് വന്നോളൂ കേട്ടോ. വീഡിയോ ഒരു 5 മുട്ട പുഴുങ്ങിയിട്ട് നടുക മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു തക്കാളി, ചെറിയ തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി, ഒരു ചെറിയ സവോള, കുറച്ച് കറിവേപ്പില, ഇത്രയും നമുക്ക് മെയിനായിട്ട് വേണം. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് അരയ്ക്കാൻ മസാലയ്ക്ക് 1-2 ഐറ്റംസ് കൂടി വേണം. നമുക്ക് ആദ്യം മുട്ട വറക്കാൻ ആവശ്യമുള്ള മസാല റെഡിയാക്കണം. ഒരു ചെറിയ സവോള എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. പിന്നെ തക്കാളി, കറിവേപ്പില, 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് അരയ്ക്കണം. വെള്ളം ഒഴിക്കണ്ട കേട്ടോ. തക്കാളിക്കകത്തും സവോളയ്ക്കകത്തും കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം മതി നമുക്ക് ഈ മസാല അരയാൻ വേണ്ടിയിട്ട്. മുട്ടയ്ക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് തക്കാളിയുടെയും സവോളയുടെയും വെള്ളമാണിത്. ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതെല്ലാം കൂടി ആ മുട്ടയിലേക്കൊന്ന് തേച്ച് നല്ലോണം, ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മീനൊക്കെ വറക്കില്ലേ, അതേപോലെ നമുക്ക് ഈ മുട്ടയിലേക്ക് ഈ മസാല ഒന്ന് നല്ലോണം തേച്ച് പിടിപ്പിച്ച് വെക്കണം. ഇത് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. മുട്ട മസാലയിൽ നല്ലോണം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വേണ്ട, കടായി തന്നെ വേണം. അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈയിങ് പാൻ വെക്കല്, അതായത് ദോശക്കല്ല് പോലെ ഓപ്പൺ ആയിട്ടുള്ളത് വെക്കല്. ഈ മുട്ട ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കുഴിഞ്ഞൊരു പാത്രത്തിൽ ഇതേപോലെ നല്ല വെയിറ്റുള്ള ഒരു മൂടി വെച്ചിട്ട് അടയ്ക്കാൻ പറ്റണം. തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ മുട്ട അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാൻ. ഈ മുട്ടയുടെ മുകളിൽ ശരിക്കും മസാല പിടിക്കില്ല. അപ്പം നമുക്കിങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് പറ്റിച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിനെ സൂക്ഷിക്കണം, പെട്ടെന്ന് തന്നെ മൂടി വെക്കാം. ഇതിങ്ങനെ ഇരിക്കുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കില്ല കേട്ടോ. തിരിച്ചിടുമ്പോഴാണ് മിക്കവാറും ഇതിന് പൊട്ടാനുള്ള ഒരു ടെൻഡൻസി കൂടുതൽ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, ഒന്ന് ഫ്രൈ ആവട്ടെ. ചെറിയ തീയിൽ മതി, ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമ്മുടെ മുട്ട കുക്കായതാണ്. പിന്നെ ആ മസാല മാത്രം ഒന്ന് നല്ലോണം ആ പച്ചമണമൊക്കെ മാറി നല്ലോണം ഒന്ന് ഫ്രൈ ആവണം. അത്രേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി. വലിയ ഫ്ലെയിമിൽ, അതായത് മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെച്ചാൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ ഒരു സൈഡ് കുറച്ച് ഫ്രൈ ആയി തോന്നുന്നു, നോക്കട്ടെ. തീ ഓഫ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കുറച്ച് വെച്ചിട്ടോ വേണം ഇത് തിരിച്ചിടാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടാട്ടോ ഇത് മറിച്ചിടുന്നത്. നമുക്ക് അങ്ങനെ ചെയ്യായിരിക്കും നല്ലത്. ഇനി നമുക്കിതിൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം. 1 സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി.
കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെക്കാം. തിരിച്ചിട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നല്ല ടൈറ്റല്ല നല്ല വെയിറ്റ് ഉള്ള ഒരു മൂടി വെച്ചിട്ട് ഇത് മൂടി വെക്കണം. ഇത് പൊട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. ഇതിൻ്റെ അകത്തുള്ള ആവി പോകാൻ വേണ്ടിയിട്ട് ഞാൻ മൂടി ഒന്ന് കുറച്ച് ചരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 1.5 പൊട്ടിത്തെറിക്കലായിപ്പോയി. എൻ്റെ പാത്രത്തിന് മൂടി പൊട്ടിയില്ല. ശരിക്കും ഞാൻ ടൈറ്റായിട്ട് മൂടിയില്ല, അതാ ഇത്ര ഇങ്ങനെ പൊട്ടിത്തെറിച്ചു പോയി. അങ്ങനെ ഗംഭീരമായ പൊട്ടിത്തെറിയൊക്കെ കഴിഞ്ഞിട്ട് ചിക്കൻ ഇവിടെ റെഡിയായി. ചിക്കനിലിരുന്ന മുട്ട. അങ്ങനെ ഗംഭീരമായ പൊട്ടിത്തെറിയൊക്കെ കഴിഞ്ഞിട്ട് മുട്ട ഇവിടെ ശാന്തമായിട്ട് ഇരിപ്പുണ്ട്. ഇനി ഇത് നമുക്ക് കഴിക്കാൻ റെഡിയായിട്ടോ. ഇത്രയേ ഉള്ളൂ. ഇത് ഒത്തിരി ടേസ്റ്റ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് ഇത്ര റിസ്ക് എടുത്തത് ചെയ്യുന്നത്. നിങ്ങൾക്കും കൂടി റെസിപ്പി ഒന്ന് പറഞ്ഞു തരാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കൂടുതൽ അങ്ങ് ഗംഭീരമാക്കി കളഞ്ഞു. നമ്മൾ ഈ മീനിൻ്റെ മുട്ടയൊക്കെ ചിക്കി എടുക്കൂലേ, ആ ഒരു ടേസ്റ്റ് ഇതിന്. അപ്പോൾ അത്രയും ടേസ്റ്റുള്ള ഒരു ഡിഷായത്. പാവൻ്റെ പാത്രം എന്തായാലും താഴെ പൊട്ടിയില്ല.